നമ്മൾ നേരെ ഇനി പർദീസയിലോട്ട് പോകും. കന്നേറ്റി പാലത്തിന്റെ തൊട്ട് താഴെ ഇവിടെ അടിപൊളി മനോഹരമായ സ്ഥലമുണ്ട്. സർപ്രൈസ് ഗിഫ്റ്റ് അൽഫാം വന്നിട്ടുണ്ട്. ബീഫ് കിഴിയാണ്, നല്ല ചൂട് സാധനം കേട്ടോ. നാരങ്ങയും കൂടെ നമ്മൾ ഓർഡർ ചെയ്തു. ഫുഡിലും കഴിച്ച് ഇറങ്ങിട്ടോ. ബില്ല് വന്നിട്ടുണ്ട്. ബില്ല് ഗസ് ചെയ്യാം. നമ്മൾ പിന്നെ വന്നിരിക്കുകയാണ്. ഒരു ഫുഡ് മൂവായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെ ഇത്രയും ആൾക്കാരുണ്ട്. ഇവരൊക്കെ സെൻഡ് ഓഫ് പാർട്ടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവരെല്ലാവർക്കും അറിയാവുന്ന കന്നേറ്റി പാലത്തിന്റെ തൊട്ട് താഴെ ഇവിടെ അടിപൊളി മനോഹരമായ സ്ഥലമുണ്ട്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും പേരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയേക്കാണ്. പർദീസയിൽ നമ്മൾ പോകണല്ലേ. ഓക്കെ ഗൈസ്, ഇവന്റെ ചിലവാട്ടോ. ഒരു ആക്സിസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുള്ള ആക്സിസ് ബാങ്കിന്റെ ഒരു പരസ്യം ആയിക്കോട്ടെ അല്ലേ. അല്ലേ, ഇവിടെ ഫുഡ് കഴിക്കാൻ ഉള്ള സ്ഥലമുണ്ട് കേട്ടോ. നൈറ്റ് നല്ല കിടിലം വൈബായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എല്ലാവരും കൂടെ പർദീസയിലോട്ടാണ് പോകുന്നത്. നോയമ്പായതുകൊണ്ട് നോയമ്പ് മുറിക്കുന്ന ആ സമയത്താണ് നമ്മൾ പോകുന്നത്. ഒരു 6:30 ആകുമ്പോൾ പർദീസയിലോട്ട് പോകുന്നത്. സമയം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ 250 രൂപയാണെന്ന് തോന്നുന്നു. ഒരു റൗണ്ട് 15 കന്നേറ്റി പാലത്തിൻ്റെ തൊട്ട് താഴെ. നമ്മളിനി എന്തായാലും നേരെ പർദീസയിലോട്ട് പോവുകയാണ്. പിന്നെ അവിടെ പോയി നോയമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും അങ്ങോട്ട് നടന്നിട്ടുണ്ട്. ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഷാന്തി. ചേട്ടനെ കുറിച്ച് ആലോചിച്ചിട്ട് ചേട്ടൻ വിളിക്കേണ്ട സമയമായി, വിളിക്കാൻ പറ്റുമോ, കഴിക്കുമ്പോ ചേട്ടന് ഓർമ്മ വരുമോ, വണ്ടി ഓല എടുത്തു. അതെന്തോടെ പാട്ട കേൾക്കുന്നത് ഗുയിസ് ലവൻ കേൾക്കുന്ന പാട്ടാ ഇതൊക്കെ. ഗൈസ് കണ്ടോ, ഈ പാട്ടൊക്കെ കേൾക്കുന്ന ഇവരെന്തോ ഒരു പ്രശ്നമുണ്ട്. ഗൈസ് ഇനി അടുത്ത DJ വാ. നമുക്കൊരു ഓല സ്കൂട്ടറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. അവിടെ ഡാൻസ് തുടങ്ങി. നമ്മൾ നേരെ ഇനി പർദീസയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആ പർദീസയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അകത്ത് കയറി ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ചെയ്യാം. അത്ര ആൾക്കാരുണ്ട്. ഇതൊക്കെ എവിടെ ഇരിക്കുമെന്ന് ആർക്കറിയാം. പക്ഷേ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ ഇരിക്കാൻ. നമുക്കിത് ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റും. ലൈറ്റൊക്കെ ഇട്ട് നല്ല വൈബ് കേട്ടോ. ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇരിക്കാം. എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനെക്കുറിച്ച്? ആദ്യമായിട്ടാണ് വരുന്നത്. നോയും പിടിച്ച് ഞാൻ ഇത്ര ഇന്നിട്ടല്ലേ ഉച്ചയ്ക്ക് കഴിച്ച എന്താ കഴിച്ചത്? ഓക്കെ, അത് കഴിഞ്ഞ് വേറൊരു സംഭവമുണ്ട്. ഫിനിത അവിടെ കൊണ്ട് കേട്ടോ. നമ്മൾ വന്നതിൻ്റെ പ്രഖ്യാപിച്ചപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് ലൈറ്റ് ഓഫ് ആക്കി. ലൈറ്റ് കളിക്കാൻ പറ്റുന്ന നല്ലൊരു വൈബ് ഏരിയ കേട്ടോ. നമ്മളിപ്പോൾ പർദീസയുടെ അകത്തേക്ക് കേട്ടോ. ഇവിടെ കണ്ടല്ലോ, ഇവിടെ സ്റ്റേജൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇൻറ്റും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ എല്ലാം കയറിയിട്ടുള്ളൂ. ഇത്രയാണ് സ്റ്റേജ്. സ്പീക്കേഴ്സൊക്കെ ഉണ്ട്, ഡാൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. DJ ഒക്കെ മിക്സ് ചെയ്യാൻ പറ്റും. DJ മിക്സ് ഉണ്ട്. സർപ്രൈസ് ഗിഫ്റ്റാണ് വന്നിരിക്കുന്നത്. ഇവിടെ 22 22-ാം തീയതി എൻ്റെ 25-ആണ്. 52-35 മാറ്റി സർപ്രൈസ് ഗിഫ്റ്റ് കൊള്ളായിരുന്നു. ഇനി അതായത് തിന്ന് കേക്കവിടെ വെച്ചേക്ക്. ഇനി കഴിച്ച് തീർന്നില്ല. നല്ല കേക്കായിരുന്നു. എവിടെ നിന്നാണ് കഴിച്ചത്? കൊഹിനൂർ എന്ന് പറയുന്നത്. കൊഹിനൂർ എന്നാണ് കടയുടെ പേര്. കൊഹിനൂർ ബേക്കറി. കേക്ക് സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. വാഞ്ചോ എന്നാണ് കേട്ടോ. ഈ ചേച്ചി അവിടെ നിൽക്കുന്നുണ്ടോ? ഇതിന്റെ സങ്കടപ്പെട്ടിരിക്കട്ടോ. അച്ഛാ പറ്റിച്ചാടാ അതിന്റെ പിന്നെ. ഓക്കെ, കൈ കഴിവിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനുണ്ട് കേട്ടോ. ഇവിടെ എന്തുവാണ് കഴിച്ചത്? രണ്ടുപേരും കൂടെ
വെട്ടത്തിൽ നിൽക്കുന്നത് ഈയാൻ പാറ്റ നിൽക്കുന്നതാണ് കഴിക്കുന്നത് അവിടെ നോക്കിയിരുന്നു കൈ എഴുതിട്ട് വരാവേ. ഇതാണ് കേട്ടോ ഇവിടുത്തെ നൈറ്റ് വൈബ്, നല്ല കിട്ടിലും. നമുക്ക് കുറേ കാര്യങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇനി വരുമ്പോൾ അറിയത്തില്ല എന്തൊക്കെയുണ്ട്. ഇവിടെ വേണമെങ്കിൽ 4 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അതേപോലെ ഇവിടെ കണ്ടോ, ഇവിടെ എത്ര 8 വരെ 12 വരെ നമ്മളുള്ള കേട്ടോ, 12 വരെ ആയിരിക്കുന്നത്. ഇവിടെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുക. എന്തുവാടാ എനിക്കിരിക്കാൻ സ്ഥലമുണ്ടോ ബോയ്സ്? നമ്മൾ ഫസ്റ്റ് സാധനം വന്നിട്ടുണ്ട്, അൽഫാം വന്നിട്ടുണ്ട് കേട്ടോ. ആടെ കൈ കൂടെ അവർക്ക് വിശപ്പ് വരുന്നു. ഇങ്ങോട്ട് നോക്കിയേ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴി പൊറോട്ട കേട്ടോ. അതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ബീഫിൻ്റെ ഉണ്ട്, ചിക്കൻ്റെ ഉണ്ട്. അപ്പോൾ കിഴി പൊറോട്ട എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വാഴയിലെ പുതിനാണ് നമുക്ക് കിഴി പൊറോട്ട ഇടുന്നത് കേട്ടോ. ഇതാണ് കിഴി പൊറോട്ട കേട്ടോ. തുറന്നു ലക്ഷ്മിയാണ് കേട്ടോ ഇത് ഓർഡർ ചെയ്തത്. കിഴി പൊറോട്ട, ഇത് നൂൽ പൊറോട്ടയാണ്, ഇത് ചിക്കൻ ആട്ടോ. ചിക്കൻ കിഴി പൊറോട്ടയാണ്. അതെന്തുവാടി എഗ് ഫ്രൈഡ് റൈസ്. ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ചത്ത സാധനത്തിനൊന്നും കഴിക്കത്തില്ല. പാൽക്കപ്പ, അതാണ് പാൽക്കപ്പ. അത് ഫുള്ള് കഴിച്ചിട്ട് അവിടെ അടിയിക്കാണ്. ഞങ്ങൾ നൂൽ പൊറോട്ട, മിക്കത് നൂൽ പൊറോട്ട മേടിച്ചിട്ടോ. നൂൽ പൊറോട്ട അടിപൊളി സാധനം കേട്ടോ. നിങ്ങൾ ഇവിടെ വന്ന് കഴിച്ചു. നൂൽ പൊറോട്ടയും ബീഫ് കറിയും പൊളിയാണ്. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് കിഴി ബീഫ് പൊറോട്ടയാണ്. കിഴി പൊറോട്ട ബീഫാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവരെല്ലാം കഴിക്കട്ടെ. തട്ടലുണ്ടോ? എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട് കിഴി പൊറോട്ട? പൊളിയാണ്. ഇതെങ്ങനെയുണ്ട് ഈ അൽഫാം? ഇത് പെരി പെരിയാ, പക്ഷേ എനിക്ക് ഒന്ന് സാധാ അൽഫാം പോലെ കിട്ടിയില്ലേ. പെരി പെരിയാണ് ഇതുണ്ട്, പക്ഷെ നല്ല ഏരിയ ഉണ്ട് കേട്ടോ. ഇവർക്ക് കറി വരാനുണ്ട് കേട്ടോ. എനിക്കിതുവരെ സാധനം വന്നില്ല. ഈ ആംബിയൻസ് ഉണ്ട്. ഈ ആംബിയൻസ് വരാൻ നിങ്ങൾ പർദേശയിൽ തന്നെ വരണം കേട്ടോ. അടിപൊളി ആംബിയൻസ്. ബാക്ക്ഗ്രൗണ്ട് നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ ബീഫ് കിഴിയാണ് വന്നിരിക്കുന്നത്. നേരത്തെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. 4 പേരും കൂടെ ചേർന്ന് ഓപ്പൺ ആക്കുന്നത്. നല്ല ചൂട് സാധനം കേട്ടോ. പൊളി സാധനം. ഇതിനകത്ത് 3 പൊറോട്ടയുള്ളത്. 3 പൊറോട്ടയും പിന്നെ ഒരു കിട്ടിലും ബീഫ് കറി കുതിർന്ന് കിടപ്പുണ്ട്. നല്ല ചൂടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത്രയ്ക്ക് എടുത്ത് തിന്നാനൊന്നും പറ്റുന്നില്ല. കേസ് ഇത് കുറച്ചെടുക്കുക, കഴിക്കുക. അപ്പോൾ കേസ് ഇത് ചിക്കൻ കിഴിയാണ് കേട്ടോ. പോടാ. അപ്പോൾ ഇതാണ് ചിക്കൻ കിഴി പൊറോട്ട കേട്ടോ. നല്ല ടേസ്റ്റാണ്. കാര്യം നല്ല മസാലയാണ് കേട്ടോ ഇത്. കണ്ടല്ലോ. കുറച്ച് ബീഫ് എടുക്കുക. ചിക്കൻ കിഴിയാണ് അടിപൊളി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഫുള്ളും കഴിച്ചു വരുന്നു കേട്ടോ. ഇനി ഒരു സോഡാ നാരങ്ങയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു. ഒരു നാരങ്ങയും കൂടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറുതായിട്ട് പാട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതോ അതിൻ്റെ ആ സ്പീക്കറിൻ്റെ അത് നമുക്കിവിടെ വേണമെങ്കിൽ ചുമ്മാ ജസ്റ്റ് ഡാൻസ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. അവിടെ ഒരു ടീം വന്നിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് വേണ്ട, എനിക്ക് വയറ് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ആ ഫുഡിലും കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സാധനം ഇരിക്കുന്നുണ്ടോ ഗൈസ്? ഇതിൽ ഏറ്റവും കൂടുതൽ കഴിച്ച ഇവനാണ് ഗൈസ്. കേക്ക് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം കഴിച്ച്. ഞാൻ വിചാരിച്ചു നമ്മൾ വേസ്റ്റ് ആക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഗ്രാൻഡ് ഫുഡായിരുന്നു കേട്ടോ. അടിപൊളി കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു. എങ്ങനെയുണ്ടോ മറ്റേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ചില്ലി ചിക്കൻ സൂപ്പറായിരുന്നു. പിന്നെ മറ്റേ നമുക്ക് മറ്റേ നൂഡിൽസ് അടിപൊളിയല്ലായിരുന്നു. പിന്നെ ഫ്രൈഡ് റൈസും അടിപൊളിയായിരുന്നല്ലേ? ഓക്കെ. ബീഫ് അല്ല, ചിക്കൻ ചില്ലി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നൂൽ പൊറോട്ട ഇവിടെ വന്ന് കഴിക്കാൻ അടിപൊളിയാണ്. നമ്മൾ ഒരു വട്ടം വന്ന് കഴിച്ചിട്ടുള്ളൂ. കൈ കഴിച്ചിട്ട് വരാം. പിന്നെ നല്ല നൈറ്റ് വൈബാട്ടോ. പാട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ബില്ല് വന്നിട്ടുണ്ട്. ബില്ല് ഗസ് ചെയ്യണം കേട്ടോ. ഇത് 1 ചെലവാണ്. എനിക്ക് എൻ്റെ ഒരു ഇതില്ല. 2,800. ഞാനൊരു 3-ന് മേളിൽ പറയാം. 3,500 ആ റേഞ്ചാണ് ഞാൻ പറയുന്നത്. നീ പറയണ്ട, നീ നോക്കി വെച്ചേക്കോ. 3,500 ആ റേഞ്ചാണ് പറയുന്നത്. എനിക്കൊന്ന് 3-നെക്കാട്ടി മേളിൽ കയറിയിട്ടുണ്ടോ സംശയമുണ്ട്. ഓക്കെ, ബില്ല് വന്നിട്ടുണ്ട്. എല്ലാവരും ഗസ് ചെയ്യാം. ബില്ല് ഗസ് ചെയ്യാം. 2,300. ഏകദേശം അടുത്ത് വന്നേക്കുന്നത് 2,330. 2,330. പക്ഷേ ലാഭമാണ് കേട്ടോ. ഇത്രയും കാണുന്നത് 2,330. ഓക്കെ ഗൈസ്, നീ എന്തെങ്കിലും എഴുതാൻ മറന്നിട്ടുണ്ടോ? ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമുക്കിതാ ഇവിടെ പാട്ടിട്ട് ഡാൻസ് ചെയ്യാൻ പറ്റും. എന്തേ പോകുന്നില്ലേ നിങ്ങൾ? ഇത് കളിക്കടി.
ഫുഡ് അടിച്ച് ഫിറ്റ് ചെയ്താ ആരും വിചാരിക്കരുത്. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോട്ടെ. കിട്ടിലോ കേട്ടോ ഒരു വൈബ് നല്ല കിട്ടി. എല്ലാവരും നല്ല സപ്പോർട്ടാട്ടോ. നമ്മൾ സിമ്പിൾ ആ പണ്ട് വന്ന് ഒട്ടിച്ച സിമ്പിൾ അതേ കണക്ക് അവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ ഇനി വെളിയിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. പർദ്ദസയിൽ നിന്ന് നല്ല രസമാണ് കേട്ടോ. പിന്നെ നമുക്കിവിടെ ഫുൾ സപ്പോർട്ടാണ്. ഇവിടെ ഉള്ള ആൾക്കാരായാലും ഡാൻസ് ചെയ്യാനായാലും എല്ലാം പാട്ടൊക്കെ ഇട്ടുതന്ന് കിടിലം വൈബ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രോഗ്രാമൊക്കെ വേണമെങ്കിൽ ഇവിടെ അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാൻ നല്ല സപ്പോർട്ടുമാണ്, നല്ല ഫുഡുമാണ് കേട്ടോ ഗൈസ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ട് ഇവിടെ എങ്ങനെയുണ്ടോ ഫുഡ്? ഫുഡ് പൊളിയാണ്. പിന്നെ അതേപോലെ തന്നെ നല്ല എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ. സൂപ്പറായിരുന്നു. ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിചാരിക്കും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലും. പ്രൈസും എത്ര? 2300. ഞങ്ങൾ 12 പേര് കഴിച്ചു. 12 പേര് കഴിച്ച് നല്ല വയർ നിറച്ചും കഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ സംഭവങ്ങൾ ഇവനെ അറിയാലോ, ഇവൻ്റെ 2 വയർ നിറച്ച് കഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞു. എല്ലാവരും നീ